ആരെയും രക്ഷപ്പെടുത്താനല്ല കുഞ്ഞെ അവൻ കുറ്റം ഏറ്റെടുക്കുന്നത്. ദണ്ണം കൊണ്ടാ, ചങ്ക് തകർന്നിട്ടാ. മനസാ വാച ഒരു കുറ്റം ചെയ്താൽ അവൻ എന്നോട് സത്യം ഏറ്റു പറയും. അവൻ എന്റെ ചെറുക്കനാ, അവനെ എനിക്കറിയാം. മരണപ്പെട്ടത് വെറുതെക്കാരല്ല. അപ്പന്റെ അമ്മച്ചിയുടെ സ്ഥാനം കുഞ്ഞുനാളിൽ എമ്പിടി കൊടുത്ത രണ്ടുപേരാ. ഇച്ചായ, കേസും കൂട്ടും ഒന്നും വേണ്ട, തൂക്കുമരമെങ്കിൽ തൂക്കുമരം, ഈ ജീവനൊന്ന് അടങ്ങി കിട്ടിയാ മതിയെന്നാ എന്റെ കുഞ്ഞ് എന്നോട് പറഞ്ഞത്. മാഡം, എന്റെ കൊച്ചൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. കർത്താവാണേ സത്യം. ഇല്ലായിരിക്കാം, പക്ഷെ കോടതിയാണ് തൊമ്മിച്ച. കുറ്റം സ്വയം ഏറ്റെടുത്താൽ കനിവ് തോന്നി പ്രായശ്ചിത്തം ഏൽപ്പിച്ചു വിടുന്ന കുമ്പസാരക്കൂടല്ലോ. ഇവിടെ തെളിവും സാക്ഷിയും ഒക്കെയാണ് പ്രധാനം. ശരിയാ, കുഞ്ഞ് പറയണ അക്ഷരം പ്രതി ശരിയാ. പക്ഷെ കുഞ്ഞൊന്ന് ഓർത്തു നോക്കി, കുഞ്ഞിന്റെ അച്ഛൻ കുഞ്ഞിനെ ഇതുപോലൊരു ചതിക്കുഴി ചാടിച്ചാൽ കുഞ്ഞി പറഞ്ഞ കോടതി മുറിയിൽ കയറി അച്ഛനെതിരെ സാക്ഷി പറയാൻ നിൽക്കുമോ? കോരസാറിനെ അവൻ കണ്ടത് അച്ഛന്റെ സ്ഥാനത്തിനും അപ്പുറത്തായിപ്പോയി എന്റെ പൊന്നു കുഞ്ഞെ. പക്ഷെ തൊമ്മിച്ച, നിങ്ങൾ ഈ കേരളദേശം കോൺഗ്രസുകാരുടെ ബന്ധവും സ്നേഹമൊന്നും കോടതിക്ക് ബോധ്യപ്പെടണമെന്നില്ലല്ലോ. നാളെ ഞങ്ങൾ കോടതിയിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്ന പ്രേമദാസൻ എന്ന സാക്ഷിക്ക് ജിമ്മിയെ മാത്രമേ കണ്ടാൽ തിരിച്ചറിയൂ. ബാക്കി കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ക്രിമിനൽസ് ആരൊക്കെയാണെന്ന് അറിയണമെങ്കിൽ അത് ജിമ്മി തന്നെ പറയണം. അത് പറയാത്ത പക്ഷം ഈ മർഡർ ഒഫൻസ് ജിമ്മി തന്നെ ചുമക്കേണ്ടി വരും, ശിക്ഷ മേടിക്കുകയും ചെയ്യും. രണ്ടാം സാക്ഷി ആക്കുളം ചെറിയ കണ്ടത്തിൽ രാജപ്പൻ നായർ മകൻ പ്രേമദാസൻ. പ്രേമദാസൻ, പ്രേമദാസൻ. പ്രേമദാസ് എന്ത് ചെയ്യുന്നു? ബിസിനസ്സാണ്. സംഭവം നടന്ന ദിവസം, അതായത് മാത്യു വർഗീസിനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയ ദിവസം രാത്രി എത്ര മണിക്ക് ശേഷമാണ് പ്രേമദാസ് ഉറങ്ങിയത്? 2 മണി കഴിഞ്ഞു. എന്നും പ്രേമദാസ് 2 മണി കഴിഞ്ഞാണോ ഉറങ്ങാറ്? അല്ല, അന്ന് ടിവിയിൽ ഹിന്ദി സിനിമ ഉണ്ടായിരുന്നു, അതും കണ്ടിരുന്നു. അന്ന് രാത്രി നല്ല മഴയുണ്ടായിരുന്നു അല്ലേ? അതെ. എന്നിട്ടും പ്രേമദാസ് രാത്രി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അല്ലേ? ഉവ്വ്. അതെന്തിനാണ്? കാറ് മുറ്റത്തിട്ടിരിക്കുന്നതുകൊണ്ട് ദിവസവും ഗേറ്റ് പൂട്ടുന്ന പതിവുണ്ട്. അപ്പോൾ പുറത്തു വഴിയിൽ ഒരു ജീപ്പ് വന്ന് നിന്നു. അതിൽ നിന്ന് 3-4 ആളുകൾ ഇറങ്ങി. മൈ ലോർഡ്, കൃത്യം നടന്ന അന്ന് രാത്രി, അതായത് 2 മണി കഴിഞ്ഞ് മരണപ്പെട്ട മാത്യു വർഗീസിന്റെ വീട്ടിലേക്ക് മാരകായുധങ്ങളുമായി മഴ നനഞ്ഞു പോയ ആൾക്കാരെ രണ്ടാം സാക്ഷി കണ്ടു. ഈ നിൽക്കുന്ന ആറ്റിപ്രായ്ക്കൽ ജിമ്മി എന്ന വ്യക്തിയെ ആ കൂട്ടത്തിൽ നിങ്ങൾ കാണുകയും സംസാരിക്കുകയും ചെയ്തില്ലേ? ഇല്ല. നിങ്ങൾ അന്ന് രാത്രി ഇയാളോട് ആറ്റിപ്രായ്ക്കൽ ജിമ്മിയോട് സംസാരിച്ചില്ലേ? ഇല്ല, ഞാൻ ഇപ്പോഴാണ് ആദ്യമായിട്ട് ഇയാളെ കാണുന്നത്. ഇവിടെ നിങ്ങൾ രക്ഷപ്പെട്ടു. ഈ പണവും സ്വാധീനവും എന്നും നിങ്ങളെ രക്ഷിക്കില്ല. അപ്പനും അമ്മയും നഷ്ടപ്പെട്ട് പെരുവഴിയിൽ തനിച്ചായി എന്റെ ഈ കണ്ണീരിന്റെ ശാപം നിങ്ങൾ അനുഭവിക്കും. എന്നെ അനുഭവിക്കും. കൊല്ലുവെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്തു എന്റെ ചാച്ചനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കായിരുന്നു. ഞാൻ പറഞ്ഞ എന്റെ ചാച്ചൻ കേൾക്കുമായിരുന്നു. എന്നിട്ടും എന്നോട് പോലും നിങ്ങളത് പറഞ്ഞില്ല.
ജിമ്മിച്ച, ഞാൻ തെരേസ, മരിച്ചുപോയ മാത്യു വർഗീസിന്റെ മൂത്ത സഹോദരിയാണ്, ഷെറിന്റെ അമ്മായി. മനസ്സ് ചോദ്യത്തിനെടുത്ത ഫോട്ടോകൾ മത്തായി എനിക്ക് അയച്ചു തന്നിരുന്നു. അതാ കണ്ടപാഠം മനസ്സിലായത്. മരിക്കണം അന്ന് രാത്രി അവൻ എനിക്ക് ഫോൺ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നിങ്ങൾ അവിടെ ചെന്നതല്ലേ? ആരോ വന്നു എന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്തത്. പിന്നെ ഇനി ദയവ് ചെയ്ത് നിങ്ങൾ ഷെറീനെ കാണരുത്. സമനില തെറ്റിയെടുത്തുനിന്നും വളരെ പണിപ്പെട്ട അവളെ ഈ നിലയിൽ എത്തിച്ചത്. അടുത്ത 7th ഷെറീനും എൻ്റെ ഒപ്പം ഓസ്ട്രിയയ്ക്ക് വരികയാണ്. എൻ്റെ വഴിയിലൂടെ തന്നെ അവളും കർത്താവിന്റെ മണവാട്ടിയാവാൻ തീരുമാനിച്ചു. പകയും പ്രതികാരവും ഒന്നും തിന്നുമല്ലാതെയും തീർക്കാമല്ലോ. ഇതാണ് അവൾ കണ്ട വഴി. കുഞ്ഞിന് ഇനിയെങ്കിലും നല്ല ബുദ്ധി തോന്നാൻ ഞാൻ ദൈവസമക്ഷത്തിങ്ങ് പ്രാർത്ഥിക്കാം. എവിടെ ശാന്തിയും സമാധാനവും ഉണ്ടോ അവിടെ ദൈവിക സാന്നിധ്യവും ഉണ്ടാകും. 4 വർഷങ്ങളായി ഒരേ സമുദായത്തിൽപ്പെട്ട നിങ്ങൾ നിങ്ങളുടേതല്ലാത്ത അഥവാ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളുടെ പേരിൽ ഭിന്നിച്ചു കഴിഞ്ഞ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും മതസംഘടനകൾക്കും ചട്ടുകമാകുന്നു. അത് ഇന്ന് ഈ യോഗം തീരുന്നതോടെ നമുക്ക് അവസാനിപ്പിക്കണം. ഈ വരുന്ന ഏറ്റുമാനൂർ ഉപതെരഞ്ഞെടുപ്പിൽ മറ്റൊരാൾ ജയിച്ച് നിയമസഭയിലേക്ക് പോകാൻ നമ്മൾ അനുവദിച്ചുകൂടാ. നമ്മൾ ഒരുമിച്ച് നിന്നാൽ അതുണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും നമുക്ക് ഇവിടെ സംസാരിച്ച് പരിഹരിക്കാം. കേരളദേശം കോൺഗ്രസ് ഒരു കുടക്കീഴിൽ അണിനിരക്കുവാനുള്ള സമയം അതിക്രമിച്ചു എന്ന് തന്നെയാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം.